ഹായ് ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സുജിത കല്യാണി. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനായിട്ടല്ല വന്നത്. നമ്മുടെ ആറ്റിൻ തീരെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് എല്ലായിടവും ചെളിയൊക്കെ കയറി ആകെ നാശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ആറ്റിൻ തീരത്തോടൊപ്പം കുറച്ച് വർത്തമാനങ്ങളും. സത്യത്തിൽ മഴക്കാലത്ത് ഈ മരങ്ങളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം കയറും. അത്രയ്ക്കും വെള്ളം നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ വെള്ളം കയറും എന്നുള്ളതാണ്. ശാന്തമായിട്ടൊഴുകുന്ന ഈ ആറ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ സ്വസ്ഥമായി സമാധാനമായി ഒഴുകുന്നൊരു ആറാണെന്ന്. പക്ഷേ പലരുടെയും ദുഃഖങ്ങളെ ഏറ്റെടുക്കാൻ ഈ ആറിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ അങ്ങനെയാണ്. ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് ആത്മഹത്യകൾ ന്യൂസിലൂടെ അറിഞ്ഞിട്ടുണ്ട്. 1-2 വട്ടം ശവങ്ങൾ ഈ ആറിലൂടെ ഒഴുകി നടക്കുന്നത് കാണാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കുറേയൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ട്, ചിലതൊന്നും ന്യൂസിൽ വന്നിട്ടുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പുറത്തൊരു കുളിക്കാടമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ പോകാനായിട്ട് നമ്മൾ പോയപ്പോൾ അവിടെ ആൾക്കാരൊക്കെ കുളിക്കാൻ നിൽക്കുന്നതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുകയാണ്. അവർ നമ്മളിങ്ങനെ അതിശയത്തോടു കൂടി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെയൊന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ വീഡിയോ എടുത്തിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയോ എന്നൊരു സംശയം. ബാക്ക്ഗ്രൗണ്ടിൽ 2 പേര് നടന്നു പോകുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കൂട്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ ആരും ഒരു ലൈക്കൊന്നും തരുന്നില്ല. അപ്പോൾ എന്തിനാ പിശുക്ക് കാണിക്കുന്നത്? നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ലൈക്ക് കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? ഇടയ്ക്ക് ചെറിയ ലൈക്കൊക്കെ തരണം കേട്ടോ. തരില്ലേ? ഇത്രയും അതിമനോഹരമായ സ്ഥലം ഉണ്ടായിട്ടും നമ്മൾ വീട്ടിനകത്ത് തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കും വൈകുന്നേരങ്ങളിൽ ഇറങ്ങി ഇങ്ങനെയൊക്കെ നടക്കാം, കുറച്ച് ആൾക്കാരെയൊക്കെ കാണാം എന്നൊക്കെ വിചാരിക്കും. കാര്യം പ്രത്യേകിച്ച് മഴക്കാലം വന്നു കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ജോലി വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങുന്നതും പതിവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ രാവിലെ മുതലേ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഈ ആറിൻ്റെ തീരത്ത് നിന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളത്. അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല വൈബുണ്ട്. വീടിനകത്തിരുന്ന് ചെയ്യുന്നതിനേക്കാളും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്ന് നിന്ന് ഇവിടെ എല്ലാവരെയൊക്കെ കണ്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ലൊക്കേഷൻ ഇങ്ങോട്ട് മാറ്റിയാൽ എന്ത് എന്നുള്ളതാണ്. ഓണം വൈബൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ ഇവിടെ വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ മീന് നമ്മൾ ഇതിന് മുന്നേ വന്ന സമയത്തൊക്കെ ചൂണ്ടയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടുന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ചേട്ടന്മാരെ ഞാൻ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ഇവിടെ ചൂണ്ടയിടുന്നവരാണ്. വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. അവരോട് ചോദിച്ചു നോക്കണം.